എന്താണ് പറയാനുള്ളത് ബൾട്ടിയെ പറ്റി? താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്, താങ്ക് യു സോ മച്ച്. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രസ്സിനും മീഡിയയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ 25ാമത്തെ ചിത്രമാണ് ബൾട്ടി. പിന്നെ ബിനുചേട്ടൻ നേരത്തെ പറഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള ചിത്രമാണ്. അതായത് അങ്ങനെ ഒരു വലിയൊരു ബഡ്ജറ്റ് എൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ട്രസ്റ്റ് ചെയ്ത് ഇങ്ങനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തതിന് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് സന്തോഷ് ടി കുരുവിള സാർ, ബിനുചേട്ടാ, നമുക്ക് വലിയൊരു നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. കാര്യം എളുപ്പമല്ല ഇന്നൊരു സിനിമ ചെയ്യാനും അത് നിങ്ങളെല്ലാവരും മുമ്പിൽ പ്രൊമോട്ട് ചെയ്യാനോ അത് തിയേറ്ററിൽ എത്തിക്കാനോ ചെയ്യുന്നൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരു വലിയൊരു സിനിമ കൊണ്ടുവരുമ്പോൾ അത്രയും കെയർഫുള്ളായ കാൽക്കുലേഷൻസ് ഉണ്ട്, അത്രയും കെയർഫുള്ളായ ഒരുപാട് ഡിസിഷൻ മേക്കിങ്സ് ഉണ്ട്. അതെല്ലാം ഇത്രയും മനോഹരമായി ചെയ്ത് ഇന്നും ഓരോ കാര്യങ്ങളും ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞ അഭിമാനമാണ് തോന്നുന്നത്, ഇൻക്ലൂഡിങ് ഈ പ്രസ് മീറ്റ് അടക്കം. അപ്പോൾ ജനങ്ങളെല്ലാവരും 26-ാം തീയതി സിനിമ കാണുക. സെപ്റ്റംബർ 26-ാം തീയതി ബൾട്ടി റിലീസാവുകയാണ്. കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൽ സംസാരിക്കണമല്ലോ, തമിഴിൽ സംസാരിക്കും. ഞാൻ ചോയ്സും കൊടുത്തിങ്ങനെ കുറച്ച് ട്രൈ ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ വന്ന പ്രസ് മീഡിയ എല്ലാവർക്കും നമസ്കാരം. വെരി ബിഗ് താങ്ക്സ്. ഇതിനു മുൻപ് ഞാൻ ഒരു കോളേജ് ഫംഗ്ഷനിൽ പറഞ്ഞതുപോലെ എനിക്കും കേരളക്ക് ഒരു വലിയ ബന്ധമുണ്ട്. എൻ്റെ അമ്മ പൂർണിമ ചേർമൻ്റെ ആദ്യത്തെ സിനിമ ലാലേട്ടനോട് തുടങ്ങിയത് മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ. അത് പിന്നെ എൻ്റെ സിനിമ കരിയർ തുടങ്ങിയത് ലാലേട്ടനോട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കും കേരളക്ക് ഒരു വലിയ ബന്ധമുണ്ട്. സോ ആഫ്റ്റർ ഏഞ്ചൽ ജോൺ എനിക്ക് ഒരു വളരെ ആഗ്രഹമുണ്ടായിരുന്നു മലയാള സിനിമയിൽ അഭിനയിക്കണമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടില്ല. സോ കബഡി ഭാഷയിൽ சொல்லணும்னா എനിക്ക് മലയാള സിനിമക്ക് ഒരു ലോങ് ഹാഫ് ടൈം ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ആഫ്റ്റർ 15 years കമ്മിങ് ടു ബൾട്ടി, എന്നോട് ഫസ്റ്റ് താങ്ക്സ് ടു മൈ പ്രൊഡ്യൂസേഴ്സ് സന്തോഷ് സർ ആൻഡ് ബിനോയേട്ട. അത് പിന്നെ താങ്ക്സ് ടു മൈ ഡയറക്ടർ. ബിക്കോസ് ഇപ്പോൾ ഷെയ്നെല്ലാം சொன்ன மாதிரி ഓക്കെ അത്രയും ഞാൻ പ്രാക്ടീസ് ചെയ്തു. ஸோ இப்போ நான் தமிழில் സംസാരിക്കും. ஸோ இப்போ ஷேன் சொன்ன மாதிரி ஷேனோட கெரியரில் அவரோட கெரியரோட இது ஒரு பிக்கெஸ்ட் பட்ஜெட் ஃபில்ம். ஸோ யூஸ்வலாக ப்ரொடியூசர்ஸ் என்ன பண்ணுவாங்கன்னா ஒரு பெரிய பட்ஜெட் படம் பண்ணுறப்போ இன்னும் பெரிய ஆக்டர்ஸ், பிவட்டல் ரோல்ஸில் இருக்கிற ஆக்டர்ஸ்க்கு பெரிய ஆக்டர்ஸ் மற்ற இண்டஸ்ட்ரியில் பெரிய மார்க்கெட்டில் இருக்கிற ஆக்டர்ஸ் ஒரு பிஸ்னஸ் எப்படி கொண்டு வரலாம் அப்படிங்கிறதுக்காக ஆக்டர்ஸை சூஸ் பண்ணுவாங்க. பட் இங்கே உன்னி என்னோட தமிழ் படங்கள் தங்கம் அப்புறம் ப்ளூ ஸ்டார் இதெல்லாம் பார்த்துட்டு இந்த குமார் அப்படிங்கிற கேரக்டர் சாந்தனு ப்ளே பண்ண ரொம்ப நல்லா இருக்கும் அப்படின்னு ப்ரொடியூசர்ஸ் கிட்ட கேட்டாங்க. ஸோ அந்த க்ரியேட்டிவிட்டிக்கு ரெஸ்பெக்ட் கொடுத்து இமீடியட்டாக எனக்கு இந்த சான்ஸ் கொடுத்துருக்காங்க. ஸோ வெரி பிக் தேங்க்ஸ் டு மை ப்ரொடியூசர்ஸ் அண்ட் அஃப்கோர்ஸ் டு மை டைரக்டர். ஸோ இந்த குமார் கேரக்டர் மட்டும் இல்லை, நான் ஷேன் அப்புறம் இந்த படத்தில் நடித்த எல்லாருமே நிறைய எஃபர்ட்ஸ் போட்டிருக்கோம். டெஃபினட்டாக நீங்கள் எல்லாருமே சப்போர்ட் பண்ணுவீங்கன்னு நம்புகிறேன். அதை தாண்டி தமிழ்லேருந்து நான் திருப்பி எனக்கு இந்த படம் பல்ட்டி எனக்கு ஒரு ரீலான்ச்சாக நான் நம்புகிறேன் நான். ஸோ டெஃபினட்டாக எங்கள் அம்மாவுக்கு எந்த அளவுக்கு நீங்கள் எல்லாருமே சப்போர்ட் கொடுத்தீங்களோ அதே சப்போர்ட் எனக்கும் கொடுப்பீங்க நான் நம்புகிறேன். படம் 26 ரிலீஸ் ஆகுது அண்ட் இன்னைக்கு 7 மணிக்கு ட்ரெய்லர் லான்ச் ஆகுது. ப்ளீஸ் டூ சப்போர்ட் அஸ் தி என்டையர் டீம். தேங்க்யூ ஸோ மச். ലൈക്ക് ഷീസ് ആൻ ആക്ട്രസ്, ഷീസ് ആൻ അമേസിംഗ് ഹോസ്റ്റ്. നമ്മളെല്ലാവരും കണ്ട് വളരെയധികം ആരാധിച്ചിരുന്ന ഒരു ഹോസ്റ്റാണ്, ആങ്കറാണ്. ആൻഡ് ലൈക്ക് ഷീസ് ആൻ അമേസിംഗ് ഓൺടർപ്രീനിയർ, ലൈക്ക് ലോട്ട് ടു ആക്ട്. സോ പ്ലീസ് മാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ ഈ ചടങ്ങ് കവർ ചെയ്യാൻ വന്നതിൽ എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ബൾട്ടി എന്ന ചിത്രം ഞാൻ കാണുന്നത് ഉണ്ണിയുടെ കണ്ണിലൂടെയാണ്. ഉണ്ണിയാണ് ആദ്യം എന്നെ ഈ സിനിമയുടെ കഥ പറയാനും ആ കഥയിലൂടെയാണ് ഞാൻ കുമാറിനെയും ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളെയും എങ്ങനെയാണ് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ റീഡർ ക്യാരക്ടേഴ്സിലോട്ട് ഇറങ്ങിച്ചല്ലേ, അതുപോലെയാണ് ഉണ്ണി എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ജീമ എന്ന് പറയുന്ന കഥാപാത്രമാണ് ചേച്ചി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് ഉണ്ണിക്ക് സംസാരിക്കാൻ അവസരമുള്ള സമയത്ത് ഉണ്ണി ചിലപ്പോൾ പറയുമായിരിക്കും, ഞാൻ ഉണ്ണിയോട് അങ്ങോട്ട് ചോദിച്ചത് ഐ യു ഷുവർ ഉണ്ണി,
ചേച്ചി അവിടെ വന്നിരുന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഈ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ഇറങ്ങി വന്നത്. ബട്ട് നേരത്തെ ശാന്തനുവും ഷീനും പറഞ്ഞ പോലെ തന്നെ അതിനോട് ചേർത്ത് വയ്ക്കാൻ എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ, വളരെ അധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, സ്ട്രെൻവസ് ആയിട്ടുള്ള കുറേ നൈറ്റ് ഷൂട്ട്സ് ഉണ്ടായിട്ടുള്ള ഒരു ഷൂട്ടിംഗ് ആയിരുന്നത്. പക്ഷെ ഒരു ടീം എങ്ങനെ ഒരുമിച്ച് നിന്നത് കവർ ചെയ്യും എന്നുള്ളത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതത്തോടു കൂടിയാണ് നോക്കി. 7-8 രാത്രികളൊക്കെ കണ്ടിന്യൂസ്ലി ഷൂട്ട് പോയിട്ട് രാവിലെ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. നമുക്കൊക്കെ പിന്നെയും കുറച്ച് റിലാക്സ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അത്രയും ഫിസിക്കലി കൂടെ, കാരണം ഇവര് കബഡി മാച്ചും അത് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ റിഹേഴ്സൽ എടുക്കും, ഡേ ആൻഡ് നൈറ്റ്, തിരിച്ചു പോയി ഷൂട്ട് ചെയ്യും, ഡേ ആൻഡ് നൈറ്റ്, അങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസം ഷൂട്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള സീൻസ് ചെയ്യുകയും, ഐ തിങ്ക് ആ പ്രോസസ്സാണ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തത്. അതെനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചത് കൊണ്ടാണ്. അതിന് തീർച്ചയായിട്ടും ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന, ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സന്തോഷിനോടും ബിനുവിനോടുമാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് സ്പെഷ്യലി ടു ദ ഹോൾ ടീം, സ്പെഷ്യലി ടു യു ഉണ്ണിയുടെ ടീമും. ശരിക്കും അവരുടെ ഒരു സ്ട്രെങ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് പാഷനറ്റ് ആവും ഈ സിനിമയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആൻഡ് ദെൻ ബിഫോർ ഐ ക്ലോസ്, സ്പെഷ്യലി ടു ദ കമൻഡബിൾ കാസ്റ്റ്. എനിക്കൊന്ന് ഈ സിനിമയുടെ എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ആ ഓരോ പേരുകളാണ്. ഞാൻ ഓരോ ദിവസവും ചോദിക്കാം, ഇന്ന് എനിക്ക് ആരോടെയാണ് കോമ്പറ്റീഷൻ ഉള്ളത്, ഇന്ന് എനിക്ക് ഇവരെ കാണാൻ കിട്ടുമോ, ഇന്ന് ഇവരോട് വർക്ക് ചെയ്യാൻ സാഹചര്യം ഉണ്ടാവുമോ. അതും ഒരു ചെറിയ സീനാണെങ്കിൽ പോലും അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ സെറ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞാൻ ഈ സിനിമയെ നോക്കുന്നത്. അതേ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് തീർച്ചയായിട്ടും ഇത് മറികടക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. What would you love to add? Thank you so much. Firstly, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രീതി. ഇതെൻ്റെ ആദ്യത്തെ മലയാളം സിനിമ. സോ വളരെ സ്പെഷ്യലാണ്. മലയാളം കുറച്ച് അറിയാം, പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട്. സോ ആക്ച്വലി കൊച്ചി ഞാൻ ഇതുക്ക് മുന്നിൽ വന്നതില്ല. இதுதான் ஃபர்ஸ்ட் விசிட் டு கொச்சி அண்ட் இட்ஸ் பியூட்டிஃபுல். ആൻഡ് അത് ബൾട്ടി പ്രൊമോഷൻസ്ക്കാക വന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. ബൾട്ടി എല്ലാവരും പറയുന്നത് വളരെ ഹെക്റ്റിക് ആണ്, സ്ട്രെസ്ഫുൾ ആണ്, പക്ഷേ ഒരു ഫൺ ആൻഡ് വെരി ലൈക്ക് സ്പോർട്ടീവ് ഫിലിം. ആൻഡ് ഞാൻ ഇതിലൊരു പാർട്ടാக இருக்குது, എനിക്ക് വളരെ സന്തോഷമാണ്. ആൻഡ് നൗ ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് മലയാളം സിനിമ, ഐ എം റിയലി ഹാപ്പി ടു ബി ഹിയർ. And adukku oru periya thanks to my director Unni Chetta and to my producers Binu sir and Santosh sir for having faith in me. ഞാൻ പറയൂ, എനിക്ക് മലയാളം അറിയില്ല, but still I'll try my best. And Unni Chetta was very confident. He said no problem, start learning Malayalam. So dialogues ella padichittu Malayalam and the process la undu padikunu Malayalam innu. So, but yeah, I'm really happy to be here and working with such a wonderful team. And co-actors, എല്ലാവരും മാം ഞാൻ വന്ന ഉടനെ ഉങ്ങളെ பார்த்துட்டு അയ്യോ പൂർണിമ മാം அந்த ഓൺ സ്ക്രീൻ വളരെ ഡിഫറെൻ്റ് ആണ് ക്യാരക്ടർ ബൾട്ടിയിൽ. സോ എല്ലാവർക്കും ഒരു ഡിഫറെൻ്റ് ആണ് ഗെറ്റപ്പ് ആൻഡ് ഡിഫറെൻ്റ് ആണ് റോൾ ഉണ്ട്. സോ അത് ഓഫ് സ്ക്രീൻ பார்க்கும்போது അയ്യോ അവങ്ങളാ அப்படின்னு நினச்சேன். So but it was wonderful working with this such a such a passionate team, I would say. എല്ലാവരും ഭയങ്കര efforts put in the movie ചെയ്തു. So ഇന്ന് trailer launch ഉണ്ട്. So I really hope you all like it. This is made with a lot of passion, efforts, and ഞാൻ മലയാളം സിനിമയിലെ in the team ലെ ഞാൻ കണ്ടു വളരെ passion ഉണ്ട് towards their craft and for movies, you know. So this is, you know, one such film and I'm really happy to be a part of it. So I really hope trailer ഉங்க എല്ലാവർക്കും പിടിക്കും. ആൻഡ് സെപ്റ്റംബർ 26 ബൾട്ടി റിലീസാണ്. പ്രസ് മീഡിയയോട് നിങ്ങളുടെ സപ്പോർട്ട് വളരെ മുഖ്യമാണ്. സോ സെപ്റ്റംബർ 26 നിങ്ങൾ സിനിമ കണ്ടിട്ട് പ്ലീസ് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. இல்லை ஒன்று ஆக்சுவலி இன்னொரு விஷயம், பினோவேட்டா சொன்ன மாதிரி வந்து இவரோட ஆதித்த சினிமா அப்படின்னு சொல்லிட்டே வந்தார். இது എൻ്റെ ആദ്യത്തെ പ്രസ് മീറ്റാണ് മലയാളത്തിൽ. ஸோ திஸ் இஸ் வெரி வெரி ஸ்பெஷல் ஃபார் மீ. ஸோ அதனால் கொஞ்சம் டென்ஷன் ஆகிட்டு சில விஷயங்கள் விட்டுட்டேன். இன்னொரு தேங்க்ஸ் நான் வந்து எதுக்கு சொல்லணும்னா, இவ்வளோ பெரிய ஸ்டார் காஸ்ட்
to act with Shane, to act with Preeti, Purnima Chechi, அப்புறம் அல்ஃபோன்ஸ் புத்ரன் சார், அதுக்கப்புறம் ரொம்ப ரொம்ப முக்கியமாக செல்வா சார். பிகாஸ் நாங்களாம் தமிழ்நாட்டிலே இருக்கோம், பட் எனக்கு வந்து அந்த ஒரு பாக்கியம் கிடைச்சதில்லை செல்வா சாரோட ஒர்க் பண்ண. பட் இந்த பல்டி படம் மூலிமா எனக்கு அந்த ஒரு பாக்கியம் கிடைச்சிருக்கு. சார், இந்த ப்ரெஸ் முன்னாடி கேட்டுக்கிறேன், தமிழ்லேயும் உங்களோட ஒர்க் பண்ணோம், அதை நான் இங்கேயே உங்ககிட்ட கேட்டுக்கிறேன் சார். அப்போ நானும் ஷேனும் சேர்ந்து வந்துடுறோம் சார். ஸோ அதனால தான், ஸோ அதுக்கு நான் ஒரு മുഖ്യமான താങ്ക്സ് ഡെഫിനറ്റായി എൻ പ്രൊഡ്യൂസേഴ്സ്ക്കും ഉണ്ണിക്കും சொல்லணும். താങ്ക് യു. സിനിമ ചെയ്താലും ക്രിയേറ്റിവിറ്റി ചെയ്താലും ഇന്ന് ജനങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതിൽ പ്രസ് എടുക്കുന്ന എഫേർട്ട് അത് ഒരുപാട് വലുതാണ്. സോ ഞങ്ങൾ ഒരു സംഭവം ചെയ്തു, നിങ്ങളിലൂടെയാണ് ജനങ്ങൾ അറിയുന്നത്. അതും മറ്റുള്ള ഇൻഡസ്ട്രിയിലുപരി മലയാളത്തിൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നതിലുപരി കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമകളും ജനങ്ങളുടെ എത്തിച്ചതിൽ നമ്മുടെ ഇവിടുത്തെ പ്രസ്, ഞാൻ ആദ്യം അവരോടൊരു വലിയൊരു താങ്ക്സ് പറയുന്നു. സോ പുറത്തു നിന്ന് ഇതുവരെയും പല സിനിമകളും പല രീതിയിൽ വിജയമാവാൻ നിങ്ങൾ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സിനിമയിലും നിങ്ങളൊരു അംഗമാവുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ദെൻ ബൾട്ടിയിലോട്ട് വരികയാണെങ്കിൽ, ഞാൻ പാലക്കാട് എൻ്റെ സ്ഥലം, കേരള തമിഴ്നാട് ബോർഡർ, അവിടേക്കായിട്ടാണ് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധങ്ങളും. സോ അച്ഛൻ തമിഴ്, അമ്മ മലയാളി. അപ്പോൾ ഈ പടത്തിലും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കാണാം. അപ്പോൾ ഒരു കഥ നമ്മൾ എഴുതുന്നു, അത് ചാലഞ്ചിങ് ആണെന്ന് മനസ്സിലാവുന്നു. അപ്പോഴുള്ള വിശ്വാസം ഈ കഥയുമായി ഞാൻ പോകുന്നത് മലയാള സിനിമയിലേക്കാണ്. അത് അവിടെ പരീക്ഷണങ്ങൾ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവിടെ സംഭവിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. ഒരു കഥ എഴുതി നേരെ ഞാൻ ആദ്യം ഷെയ്നെയാണ് കാണുന്നത്, ബെന്നി കട്ടപ്പന, ഈ സിനിമയുടെ പ്രൊജക്ട് ഡിസൈനർ. ബെന്നി ചേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞ് ബെന്നി ചേട്ടൻ വഴി ഷെയ്നെയാണ് ആദ്യം വന്ന് കാണുന്നത്. സോ ഷെയ്ൻ അന്ന് എൻ്റെ പാസ്റ്റ് നോക്കാറുണ്ട്. ഷെയ്ൻ പക്ഷെ നോക്കിയത് പ്രസൻറ്റേഷൻ മാത്രമാണ്. അവൻ വന്ന് ഇങ്ങനെ കഥ പറഞ്ഞു, അവൻ്റെ വിഷൻ എന്താണ്, അവനതെങ്ങനെ പുൾ ഓഫ് ചെയ്യും. എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല, ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടോ, ആരോട് വർക്ക് ചെയ്തു, ഒന്നും ഷെയ്ൻ ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഞാനൊരു ഷോർട്ട് ഫിലിം ലിങ്ക് അയച്ചു കൊടുത്തു, ഷെയ്ൻ കണ്ടിട്ട് പോയില്ല ഒന്നും. അപ്പോൾ ഞാൻ എന്താണ് പ്രസന്റ് ചെയ്തത് അതാണ് ഷെയ്ൻ്റെ വിശ്വാസം. ദെൻ ഷെയ്ൻ കൂടെ വന്നതും പിന്നെ ഞങ്ങൾ പ്രൊഡക്ഷനിലോട്ട് പോകുന്നു. അപ്പോഴാണ് സന്തോഷ് സാർ കഥ കേൾക്കുന്നത്. സന്തോഷ് സാർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു 50 മിനിറ്റ് 1 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ കഥ പറഞ്ഞ് നിനക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. കറക്റ്റ് ഞാൻ കഥ പറഞ്ഞു, സാർക്ക് അത് ഇഷ്ടമായി. സോ സന്തോഷ് സാറിൻ്റെ പടങ്ങൾ എല്ലാവർക്കും ഒരു സ്പെഷ്യലാണ്. ഇന്നാത്താം കേസോടെ ആയാലും ആൻഡ്രൂ കുഞ്ഞപ്പനായാലും പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത് അത് തിയേറ്ററിൽ വിജയിപ്പിച്ച, എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം എന്നില്ല, ഒരേ ഒരു നിർമ്മാതാവ് കേരളത്തിൽ ഒരുപക്ഷെ സന്തോഷ് സാറായിരിക്കും. ഒരു മാറ്റമൊന്നുമില്ല. അത് മഹേഷിന്റെ പ്രതികാരം ഇറങ്ങുമ്പോൾ മഹേഷിന്റെ പ്രതികാരമായിരുന്നു അന്നത്തെ പരീക്ഷണം. അത് പിന്നെ അതിനുശേഷം ഒരു എല്ലാവർക്കും ഒരു ഇതായി. മായാനദി ഇറങ്ങുമ്പോൾ മായാനദി ആയിരുന്നു. സോ ദെൻ സന്തോഷ് സാർ കഥ കേൾക്കുന്നു, സന്തോഷ് സാർ ചെയ്യാമെന്ന് പറയും. ദെൻ ബിനുചേട്ടൻ, പിന്നെ അടുത്ത മീറ്റിംഗ് ബിനുചേട്ടനായിട്ടാണ്. അപ്പോൾ ബിനുചേട്ടൻ കഥ കേൾക്കുന്നു. ബിനുചേട്ടൻ ഞാൻ എനിക്ക് തോന്നുന്നു 3 മണിക്കൂറോളം ബിനുചേട്ടൻ ഞാൻ കഥ പറഞ്ഞു. 1 മണിക്കൂർ 4 മണിക്കൂറോളം കഥ പറഞ്ഞു. അപ്പോൾ ബിനുചേട്ടൻ എപ്പോഴും സിനിമയെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ആളാണ്. അതായത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ അടുത്തത് ബിനുചേട്ടത്ത് കഥ പറയാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, പുള്ളിക്ക് തന്നെ കുറേ കാര്യങ്ങൾ അറിയാം. പുള്ളി അപ്പോൾ ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, എല്ലാത്തിലും ഇൻവോൾവ് ആവും. ബിനുചേട്ടത്ത് 4 മണിക്കൂർ കഥ ഞാൻ പറയുന്നു, ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ഇതിന്റെ പ്ലാൻസ്, എന്തൊക്കെ ചെയ്യാം. കാരണം ബിനുചേട്ടൻ അറിയാവുന്നത് വലിയ പടമാണ്, പ്രോസസ് വലുതാണ്. പിന്നെ അന്ന് മുതൽ ബിനുചേട്ടൻ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. എനിക്ക് തോന്നുന്നു ഡെയിലി നമ്മൾ അതിനുശേഷം വിളിക്കാത്ത, ഫോൺ വിളിച്ച് സംസാരിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. താങ്ക് യു ബിനുചേട്ടാ, എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. എന്തെങ്കിലും ടഫസ്റ്റ് സിറ്റുവേഷൻ ആയാലും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, സായി നമ്മുടെ എല്ലാവരുടെയും മ്യൂസിക്കൽ ലവേഴ്സിന്റെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള the one talented prodigy, if I may say so. Here we have Sai Abhyakar. Thank you so much, Sai. Thank you so much for being here with us today at the Balti Press launch, press meet. Welcome you. So I guess like we were in the midst of the speech, so we will resume the same. So once again, back to you. ഓക്കെ. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയാണ് ഈ കൂടുന്നത്. അതായത് ഈ സിനിമയിൽ ഇതുവരെയ്ക്കും മലയാളത്തിൽ നടക്കാത്ത കുറേ കാര്യങ്ങൾ ഷൂട്ടിന് തന്നെ നടന്നു. അതായത് 92 ദിവസം സിംഗിൾ ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾ, അതായത് ഷൂട്ട് കഴിഞ്ഞ് രാത്രി ആരോ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ്, ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ റെക്കോർഡ് സൃഷ്ടിച്ചു. 92 ദിവസം സിംഗിൾ ഷെഡ്യൂൾ 90 ഡേയ്സ്. അതായത് കബഡി ഫൈറ്റ് എന്ന് വരുമ്പോൾ ഒരുപക്ഷെ ഷെയ്നും ശാന്തനും അടങ്ങുന്ന ആ ഗ്യാങ് ഫൈറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസം നേരെ കബഡിയിലോട്ടാണ് പോകുന്നത്. സോ അവരെടുത്ത ഫിസിക്കൽ എഫേർട്ട്, ആ ടീം അന്ന് തന്ന ഊർജ്ജം, അതൊക്കെ ഒരുപാട് വലുതാണ്. സോ അങ്ങനെ ഇത് സാധ്യമാകാൻ കാരണം, വീണ്ടും ഞാൻ പ്രൊഡ്യൂസേഴ്സിലോട്ട് പോകുന്നത്, കാരണം അങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലും എനർജി തന്ന് പടം മേലെ കൊണ്ടുവരാനായിട്ടുള്ള എല്ലാം തന്നു. അതായത് ഇപ്പോൾ ഒരു പുതിയ ഡയറക്ടർ ആദ്യം വന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ്, അതിനുശേഷം ബഡ്ജറ്റ് കൂടുന്തോറും ഒരു പ്രഷർ വരും. പക്ഷെ അത് ഞാൻ പറഞ്ഞ ബഡ്ജറ്റിൽ നിന്നും ഒരുപാട് 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 കൂടിയിട്ടാണ്
ബൾട്ടി തീർന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ആ സിനിമയുടെ കണ്ടന്റിലും അതിനെ വിശ്വസിച്ച് എനിക്ക് തന്ന സപ്പോർട്ട് ഭയങ്കര വലുതാണ്. ദെൻ ഇനി എൻ്റെ ആക്ടേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഷെയ്ൻ പറഞ്ഞു. ഷെയ്ൻ എന്താ പറയുക, ഷെയ്ൻ ഒരു ഫ്രണ്ടായി, ക്ലോസ് ഫ്രണ്ടായി. അതായത് ഒരുപാട് പടങ്ങൾ വീണ്ടും ഷെയ്നോടൊപ്പം ചെയ്യുന്ന ഞാൻ ആഗ്രഹിക്കുന്നു. ദെൻ ശാന്തനു അണ്ണൻ എനിക്ക് തമിഴ് സിനിമയോട് കാണുന്നതുകൊണ്ട് തന്നെ എന്നാ അതെ, പുള്ളി പറഞ്ഞ എന്നെ ചേട്ടാന്ന് വിളിക്കണ്ട, എനിക്ക് പ്രായം എന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ അണ്ണാ ഉங்க പടങ്ങളെല്ലാം பார்த்துருப்பாங்க நிறைய பேர். സോ ശാന്തനു അണ്ണൻ ഞാൻ കഥ പറഞ്ഞ് ശാന്തനു അണ്ണൻ കുറേ സ്പോർട്സ് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് പുള്ളി ഭയങ്കര ഡാൻസറാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ വേണ്ടത് ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്യണം, ഭയങ്കരമായിട്ട് ട്രിക്സ് ഒക്കെ ചെയ്യുന്ന ആക്ടേഴ്സിനാണ് വേണ്ടത്. പക്ഷെ ശാന്തനു അണ്ണൻ്റെ കഥ പറയുന്നു, നമ്മൾ ഏത് ആക്ടേഴ്സിൻ്റെ അടുത്ത് കഥ പറയുമ്പോഴും ആദ്യത്തെ മീറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർ ആ മീറ്റിങ്ങിൽ അവർ കാണിക്കുന്ന ഇമ്പോർട്ടൻസും താല്പര്യവും അവർ തരുന്ന ഫീഡ്ബാക്കുമാണ് ആ തുടർന്നുള്ള നമ്മുടെ ആ ട്രാവലിലോട്ട് ഹെൽപ്പ് ആവുന്നത്. സോ ശാന്തനു അണ്ണൻ കഥ കേട്ടു, പുള്ളി ഇന്നായി. അന്ന് മുതൽ ഇന്ന് വരെ ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് വളരെ വലുതാണ്. അത് ഫിസിക്കലി മെന്റലി എല്ലാം കൊണ്ടും. താങ്ക് യു ശാന്തനു അണ്ണ, താങ്ക് യു. ദെൻ പിന്നെ സെൽവ സാർ, ഞാൻ ഷെയ്ൻ്റെ അടുത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തായാലും കഥ പറഞ്ഞു, പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കഥ പറഞ്ഞു. സെൽവ സാറിൻ്റെ അടുത്ത് കഥ പറയണമെന്ന് സന്തോഷ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അന്ന് ഉറങ്ങാൻ പറ്റില്ല. കാരണം കഥ പറയാൻ പോകുന്നത് ജീനിയസിൻ്റെ അടുത്താണ്. ഞാൻ എന്ത് പറയും, അവിടെ പോയിട്ട് എങ്ങനെ തുടങ്ങും, സാർ എന്ത് പറയുമെന്ന് എനിക്ക് ഒന്നും പിടുത്തം കിട്ടില്ല. ഞാൻ ഓക്കെ പറയാം എന്ന് പറയും. സെൽവ സാറിൻ്റെ അടുത്ത് ഞാൻ ഫുൾ കഥയും പറഞ്ഞു. സോ സെൽവ സാറ് മുഴുവൻ കഥ കേട്ടിട്ട് സെൽവ സാർ പറഞ്ഞു അന്ന് ക്ലൈമാക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളെ കുറിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് സെൽവ സാർ അന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടാണ് സെൽവ സാർ അന്ന് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഊർജ്ജമായിരുന്നു. അതുപോലൊരു ലെജൻഡിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച് അതുപോലെ ഒരു അഭിപ്രായം കിട്ടിയത് ഒരുപാട് ഊർജ്ജമായിരുന്നു. അതും എക്സ്പെഷ്യലി ബ്രില്യൻ ക്ലൈമാക്സ് എന്ന് സാറിന്റെ വായം കൊണ്ട് പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ദെൻ സെൽവ സാർ വന്നു കഴിഞ്ഞാൽ അടുത്തത് പൂർണിമ ചേച്ചി അടുത്ത് ഞാൻ കഥ പറയുന്ന അന്ന് മുതൽ ഈ സിനിമയിൽ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പൂർണിമ ചേച്ചിയാണ്. അതായത് ഒരു സീനിൽ ചേച്ചിക്ക് 3 ഡയലോഗ് ഉണ്ടാവും. ചേച്ചി പക്ഷെ അപ്പുറത്തെ ആർട്ടിസ്റ്റിന് ഇപ്പുറത്തെ ആർട്ടിസ്റ്റിന് ചോദ്യമൊക്കെ ചോദിക്കും. അവരെന്ത് എങ്ങനെ പറയുന്നു, ഇവരെന്ത് എങ്ങനെ പറയുന്നു. പക്ഷെ ചേച്ചി ആ സീനിന്റെ ലോജിക്കും, അതായത് അതിൽ അത്രയും ഇപ്പോൾ ഈ സിനിമയിൽ എല്ലാവരും ഒരുപാട് ആൾക്കാർ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റുകൾ അവരുടെ സീനിലുപരി ഈ സിനിമയിൽ എല്ലാവർക്കും കഥ അറിയാം. ഒരുപക്ഷെ ഞാൻ നന്നായിട്ട് കഥ പറഞ്ഞുകൊണ്ടായിരിക്കാം എല്ലാവർക്കും കഥ ബൈഹാർട്ടാണ്. കഥ എങ്ങനെ ട്രാവൽ ആവുന്നു, ഞാൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ പോലും എല്ലാവർക്കും അത് എന്തുകൊണ്ട് ചേഞ്ച് വരുത്തി അതെല്ലാം അറിയാൻ പറ്റി. സോ ചേച്ചി എനിക്ക് തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അതായത് ചേച്ചി ഷൂട്ടിന്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്തൊക്കെയാണ് ചേച്ചിയുടെ ഡേയ്സ് വരുന്നത് ഷൂട്ടിൽ. അന്ന് ചേച്ചി വന്ന് തന്ന സപ്പോർട്ടും കൂടുന്നു. ചേച്ചി അനിയനെ പോലെ തന്നെ ആയിരുന്നു എൻ്റെ അടുത്ത് എപ്പോഴും, എനി ടൈം അങ്ങനെയായിരുന്നു ചേച്ചി എനിക്ക്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ദെൻ അടുത്തത് പ്രീതി പറഞ്ഞ പോലെ തന്നെ പ്രീതിയുടെ അയോധ്യ എന്നുള്ള സിനിമ കണ്ടിട്ടാണ്. പ്രീതിക്ക് ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല, കുഴപ്പമില്ല. അയോധ്യ എന്നുള്ള സിനിമ കണ്ടിട്ടാണ് ഞാൻ പ്രീതിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അയോധ്യ എന്നുള്ള സിനിമ പ്രീതി അതിൽ എനിക്ക് തോന്നുന്നു 20 സീനിൽ 18 സീനും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ പക്ഷേ ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു പ്രീതി ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്, മലയാളത്തിലാണ് വരണം. അപ്പോൾ സാർ എനിക്ക് മലയാളം അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമയിൽ അഭിനയിക്കുന്ന കുറേ പേർക്ക് മലയാളം അറിയില്ല, അതുകൊണ്ട് നമുക്ക് പോരാടാന്ന് പറഞ്ഞു. അന്ന് പ്രീതി വന്നു, എന്നെ വിശ്വസിച്ച് വന്നു. ദെൻ പ്രീതി അതിനുശേഷം മലയാളം പഠിക്കുകയും ഞാനാണെങ്കിൽ ഒരുപാട് തവണ സെറ്റിൽ ഡയലോഗുകൾ ചേഞ്ച് ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ എനിക്കുണ്ട്. പക്ഷെ എന്നാലും പ്രീതി അതൊക്കെ പഠിച്ച് പ്രീതി നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ജാലക്കാരി എന്നുള്ള സോങ്ങിൽ പ്രീതിക്ക് ഒരുപാട് അപ്രിസിയേഷൻ വന്നിരുന്നു. താങ്ക് യു പ്രീതി, താങ്ക് യു സോ മച്ച്. ദെൻ ലാസ്റ്റ് സായബ് ബംഗർ, മൈ ഫ്രണ്ട്, മൈ ക്ലോസ് ഫ്രണ്ട്. ദെൻ സായബ് ബംഗർ ഞാൻ ഈ കഥ പറയാൻ പോകുമ്പോൾ സായി വേറെ പടങ്ങളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കഥ പറയുന്നു, സായി കഥ കേട്ടിട്ട് അന്ന് അവൻ പറഞ്ഞ മ്യൂസിക്കൽ സജഷൻസും അന്ന് തന്നെ നമുക്കത് ചെയ്യാമെന്ന രീതിയിലാണ് പറഞ്ഞത്. അതായത് കഥ കേട്ടിട്ട് ഞാൻ പറയാം അങ്ങനെയൊന്നുമല്ല, നമ്മളിത് ചെയ്യാം, നമ്മൾ പണ്ടും പറ്റി, അങ്ങനെയാണ് അഭയ് പറഞ്ഞത്. സോ അന്ന് മുതൽ ഇന്ന് വരെ അവൻ എപ്പോഴും പുതിയതായിട്ട്, കാരണം ഇതിന് ശേഷം ബൾട്ടിക്ക് ശേഷം പുള്ളി ഒരു 10-12 പടം ചെയ്യുന്നുണ്ട്. അത് വൺ ഓഫ് ദ ബിഗ് ഫിലിംസ് ഇൻ ഇന്ത്യ, ആ രീതിയിലൊക്കെ പടങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ ബൾട്ടി ആദ്യ സിനിമയായിട്ട് വരുന്നതിൽ എനിക്കൊരുപാട് സന്തോഷം, അവനും അതിൽ ഒരുപാട് ഹാപ്പിയാണ്. കാരണം സൗണ്ടിങ് വെച്ചിട്ട് എങ്ങനെയൊക്കെ സൗണ്ടിൽ നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റും, എങ്ങനെ ഒരു മാജിക് കൊണ്ടുവരാൻ പറ്റും, അവയുടെ മ്യൂസിക് വീഡിയോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. സോ അത് നമ്മുടെ പടത്തിലും അഭയ് തന്നിട്ടുണ്ട്, ഞങ്ങളെല്ലാവരും അതിൽ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ അൽഫോൺസ് ഏട്ടൻ ഇന്ന് വന്നിട്ടില്ല. അൽഫോൺസ് ഏട്ടൻ്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞപ്പോൾ അൽഫോൺസ് ഏട്ടൻ ആദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഉണ്ണി ഞാൻ ചെയ്യുന്നില്ല, എനിക്കത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അൽഫോൺസ് ഏട്ടനോട് പറഞ്ഞതും, ചേട്ടാ എനിക്ക് നിങ്ങളുടെ സ്റ്റൈലാണ് വേണ്ടത്, ചേട്ടൻ ഒന്ന് വന്നാൽ മതി. ഞാൻ എല്ലാവരെയും അങ്ങനെ കൺവിൻസ് ചെയ്തു, ഒന്ന് വന്നാൽ മതി, സെറ്റിക്ക് വന്നാൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ അൽഫോൺസ് ഏട്ടൻ വന്നു.
അഗൈൻ സെൽവാ സാർ പോലെ തന്നെ അൽഫോൺസ് ചേട്ടൻ്റെ പ്രേമവും നേരവും എനിക്ക് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അൽഫോൺസ് ചേട്ടൻ വന്നു. അൽഫോൺസ് ചേട്ടൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ മൊത്തം തിയേറ്ററിക്കൽ മൊമെൻ്റ് ആണ്. അതായത് ആ സ്വാഗും ആ സ്റ്റൈലും ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടിലുപരി ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും താങ്ക്സ് അൽഫോൺസ് ചേട്ടൻ്റെ അടുത്താണ്. പുള്ളി അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻ അങ്ങനെ ഒന്നുമില്ല. പുള്ളി ആക്ഷൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സംഭവം ചെയ്യും. പക്ഷെ അത് തന്നെയായിരിക്കും ഞങ്ങൾക്ക് വേണ്ട സാധനം. താങ്ക് യു അൽഫോൺസ് ചേട്ടാ. പിന്നെ അടുത്ത് എൻ്റെ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ DOP അലക്സ് ജെ പുളിക്കൽ, അലക്സ്, ഇവരൊക്കെ വർക്കിലാണ്. എൻ്റെ ടീം മൊത്തം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തമിഴും മലയാളവും ഉള്ളതുകൊണ്ട് 2 വേർഷനിലും ഫുൾ ടൈം ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവർക്ക് വരാൻ പറ്റായിരുന്നത്. സോ അലക്സ് ചേട്ടൻ ഈ സിനിമയിൽ ഒരു പുതിയ ഡയറക്ടർക്ക് എങ്ങനെയാണ് DOP സപ്പോർട്ടായിട്ടിരിക്കുന്നത് അതുപോലെ ഉണ്ടായിരുന്നു. എല്ലാ അവസ്ഥയിലും ഏത് സിറ്റുവേഷനിലായാലും ശരി എൻ്റെ കൂടെ നിന്ന് ഈ പടം പൂർത്തിയാക്കാൻ അലക്സ് ചേട്ടൻ എടുത്ത എഫേർട്ട് വളരെ വലുതാണ്, ഒരുപാട് വലുതാണ്. താങ്ക് യു അലക്സ് ചേട്ടാ, താങ്ക് യു. ഇതിന് എഡിറ്റ് ചെയ്ത് ശിവകുമാർ പണിക്കർ, പുള്ളി കിൽ ദുരന്തർ ബോളിവുഡിലെ എഡിറ്ററാണ്. ഊറി പുള്ളിയാണ് ചെയ്തത്. ദെൻ അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നീഷ്യൻസിലും കാസ്റ്റിങ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചാലോചിക്കേണ്ടത് പ്രൊഡ്യൂസേഴ്സ് എങ്ങനെയാണ് ഇതിൽ. അതാണ് എനിക്ക് വീണ്ടും അങ്ങോട്ട് ഞാൻ താങ്ക്സ് പറയുന്നത്. കാരണം ഞാൻ ഓരോ ദിവസവും പറയും, എല്ലാം എനിക്ക് സാധ്യമാക്കി തന്നു, എല്ലാം എനിക്ക് എല്ലാവരും കൊണ്ടുവന്ന് തന്നു. അത് വലിയ, എനിക്ക് അടുത്തൊരു പടം ചെയ്യുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇവിടെ നിന്നാണ് പോകുന്നത്. ഇതാണ് പ്രൊഡ്യൂസേഴ്സ്. അടുത്തൊരു പടത്തിലോട്ട് പോകുമ്പോൾ അപ്പോഴായിരിക്കും അറിയാം അവിടെ എന്തൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടെന്ന്. സോ ശിവകുമാർ ചേട്ടൻ വന്നു, പുള്ളി ദുരന്തർ ചെയ്യുന്നു, പുള്ളി എഡിറ്റിംഗ് ഇതിൽ പുള്ളിയുടെ, കാരണം എനിക്ക് ആക്ഷൻ സീൻസിൽ ഒരുപാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രിക്കി ആയിട്ടുള്ള ആക്ഷൻ സീൻസ്. കാരണം കബഡിയിൽ നിന്നും ആക്ഷൻ എങ്ങനെ ഇൻവോൾവ് ചെയ്യാം. ഈ 4 ക്യാരക്ടേഴ്സ്, ഈ പടത്തിൽ 4 പേരാണ് ഹീറോസ്. ആ 4 പേർക്കും 4 ട്രിക്സ് ഉണ്ട്. അതായത് ഇന്ന് ട്രയൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ ട്രിക്സ് മനസ്സിലാവും. ആ ട്രിക്കിലൂടെയാണ് ഇവരുടെ ഫൈറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എഡിറ്റ് വൈസ് ഫൈറ്റ് ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സാധ്യത പടത്തിലുണ്ടായിരുന്നു. ദെൻ ശിവകുമാർ ചേട്ടൻ വന്നു, അത് പുള്ളി ആ എഫേർട്ട് എടുത്ത് അധികം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ എൻ്റെ ബാക്കി ടീം ജിതീഷ് പോയ മേക്കപ്പ്, കോസ്റ്റ്യൂം മെൽവി, എൻ്റെ കോ ഡയറക്ടേഴ്സ്, ക്രിയേറ്റീവ് ഡയറക്ടേഴ്സ് ബാബച്ചേട്ടൻ, ശീലാലേട്ടൻ, ശബരി, എല്ലാവർക്കും താങ്ക് യു. പലരും ഇവിടെ ഇല്ല. ദെൻ എല്ലാവരും താങ്ക് യു പറഞ്ഞു വിചാരിക്കുന്നു. താങ്ക്സ് നിങ്ങളുടെ മറുപടി വീണ്ടും ഒരു താങ്ക്സ് പറയാണ്. 26-ന് പടം റിലീസാവാണ്, മലയാളം തമിഴും. നിങ്ങൾ സിനിമ കാണണം. ഇതിനു മുമ്പ് നല്ല സിനിമകൾ നിങ്ങൾ എങ്ങനെ ജനങ്ങളുടെ കൊണ്ടെത്തിച്ചു, അതേപോലെ ഈ സിനിമ എത്തിക്കുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ടു യു. അപ്പോൾ ഇവരെല്ലാവരും എടുത്ത ഈ ഒരു, അല്ലെങ്കിൽ ഇവരെല്ലാവരും അർപ്പിച്ച ആ ഒരു വിശ്വാസം ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ്. ரியலி கிளாட் டு மீட் யூ ஆல். அவங்க எல்லாரையும் பார்க்கறதுல ரொம்ப சந்தோஷம். அண்ட் இதுதான் என்னோட ஃபர்ஸ்ட் டைம் இன் கொச்சி. அண்ட் ஃபர்ஸ்ட் டைம் இத்தனை பேரை பார்க்கும்போது லைட்டாக ஒரு சின்ன நர்வஸ்னஸ் மட்டும் இருக்கு. பட் இந்த டீமோடு இருக்கும்போது அந்த கான்ஃபிடென்ஸ் வந்து ரொம்ப எக்ஸ்ட்ரீமில் இருக்குது. நல்லா பண்ணியிருக்கேன்னு நினைக்கிறேன். நீங்கள் தான் பார்த்துட்டு எல்லாரும் சொல்லணும் எப்படி இருக்குன்னு. அண்ட் ரியலி தேங்க்ஃபுல் டு the entire team. Really thankful to Unni for getting this script to me. நான் கதை கேட்ட உடனே இம்மீடியட்டாக டிசைட் பண்ணிட்டேன், பயங்கரமாக இருக்குது கதை, நம்ம இதில் ஒரு சின்ன பார்ட்டாக இருக்கணும் அப்படின்னு ரொம்ப ஆசைப்பட்டேன். And then I immediately told Unni that I would love to be a part of this. And then later Binu sir came in and Santosh sir came in and எல்லாமே ஸ்மூத்தாக சூப்பராக வந்திருக்குன்னு நம்புகிறேன். And 26th போய் பாருங்கள். Thank you so much. Love meeting you all. Thank you. Thank you so much. എഫേർട്ട് എടുത്തു. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഇതിനോട് സിമിലറായ ലുക്ക് ശരിക്കും പറഞ്ഞാൽ അന്നേ റസൂലുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടല്ല എത്ര പേർക്കും. മുടി പറ്റിയടിച്ചിട്ടുള്ള ആ ലുക്കിൻ്റെ പിന്നിൽ ഉണ്ണി തന്നെയാണ്. എനിക്കൊരു AI അയച്ചു തന്നു, AI ഫോട്ടോ. അത് കണ്ടപ്പോഴാണ് ഇത് കൊള്ളാലോ, ഇങ്ങനെ ഒരു ലുക്കിൽ വന്ന അടിപൊളിയായിരിക്കും. പിന്നെ അതിന് സമയവും എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്നപ്പോൾ അങ്ങനെ മുടി കുറച്ചതാണ് ആ ലുക്ക്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കബഡി ട്രെയിനിങ് പറഞ്ഞ പോലെ 25 days ആയിരുന്നു. പിന്നെ ഒരു 15 days ഇതിൻ്റെ ബൾട്ടി അടിക്കാനും അല്ലാണ്ടുള്ള സ്റ്റണ്ട് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ പ്രിപ്പറേഷൻസ്. സ്നീക്ക് പീക്ക് കണ്ടപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 ജേഴ്സീസാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റൈവലറി വല്ലതും നമുക്ക് എക്സ്പെക്ട് ചെയ്യണം. സിനിമ കണ്ടാൽ മതി. സ്പോയിലറാണ് അതുകൊണ്ടാണ്. ഷെയ്ൻ ബ്രോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന നടനാണ് ഷെയ്ൻ ബ്രോ. വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇതേ സമയത്താണ്, സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോ അന്ന് കണ്ടതിനേക്കാൾ ഒരുപാട് സുന്ദരനായിട്ടുണ്ട്. അപ്പോ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ചോദ്യം. ഇഷ്കിൽ കണ്ട പോലെയല്ല കുമ്പളങ്ങിയിൽ കണ്ട പോലെയല്ല RDXിൽ കണ്ട പോലെയല്ല ബൾട്ടിയില്. ഇപ്പോ ഷെയ്ൻ ബ്രോനെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏതാ സിനിമ എന്നുള്ളത്. ഞാനത് മമ്മൂക്കയിലാണ് കണ്ടിട്ടുള്ളത്.
കാരണം മമ്മൂക്കയുടെ ഒക്കെ പോസ്റ്റർ നോക്കിയാൽ മതി, അത്രയും ഗെറ്റപ്പ് ചേഞ്ച് ആണ്. അപ്പൊ ഇത് ഇന്റൻഷനലി ചെയ്യുന്നതാണോ അതോ നാച്ചുറലി അങ്ങനെ വരുന്നതാണോ? നാച്ചുറലി വരുന്നതല്ലല്ലോ ബ്രോ, ഇച്ചിരി പണിയെടുത്തിട്ട് ചെയ്യണ പരിപാടിയാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ബൾട്ടിയുടെ വിഷയത്തിൽ നമ്മുടെ ഡയറക്ടർ ക്ലിയർ ആയിട്ട് ഒരു ഇമേജ് എനിക്ക് തന്നു, ഇങ്ങനെ ഒരു റെഫറൻസിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന്. ഇഷ്കിൽ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമാകാൻ കാരണം ആ പല്ലിയിലെ കമ്പിയാണ്. അത് എൻ്റെ ഒരു സജഷൻ ആയിരുന്നു, അങ്ങനെ ഇട്ടാൻ ഒരു ഫേസ് പെട്ടെന്ന് മാറുമല്ലേ. എനിക്ക് അങ്ങനെ മാറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ബ്രോ, അതും അതിൻ്റെ അകത്തൊരു ഇതുണ്ട്. എന്നാലും നമുക്കൊരു പരിമിതി ഉണ്ടാവുമല്ലോ, മലയാള സിനിമയിൽ ഒരു ടൈം കുറവാണല്ലോ, ഷൂട്ട് ടൈം കുറവാണ്. അതിന് മുമ്പത്തെ ഇപ്പോൾ ഒരു പ്രപ്പിനുള്ള ടൈമൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. അത് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വരുമ്പോഴാണ് നമുക്ക് ഇത് പിടിക്കാനും പറ്റുള്ളൂ. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സമയവും ഈ പറഞ്ഞ അതാണ് നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയ പോയിന്റ്. ഇവിടുന്ന് പറഞ്ഞു, ബിനുചേട്ടൻ പറഞ്ഞു 40 ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങളോട് താങ്ക്സ് പറഞ്ഞു. ശരിക്കും ഞങ്ങളാണ് തിരിച്ച് താങ്ക്സ് പറയേണ്ടത്. കാരണം ഒരു സിനിമ അങ്ങനെ ഒരു അവസരങ്ങൾ എനിക്ക് മുമ്പ് അങ്ങനെ ഒരുക്കി തന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരാളും ഇതാക്കി പറയുന്നല്ല, കാര്യം എപ്പോഴും ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റിൽ ഒതുക്കാൻ വേണ്ടി ഒരുപാട് കൺസ്ട്രെയിൻസ് സാധാരണഗതിയിൽ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്ന രീതിയിൽ കടന്നുകൊണ്ട് ഒരു സാഹചര്യമുണ്ട്. ആ 40 ദിവസം ട്രെയിനിങ്ങിന് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ടാണ് ബിനുചേട്ടൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ഞങ്ങളും തിരിച്ച് താങ്ക്സ് പറയേണ്ട ഒരു വലിയൊരു ബാധ്യതയുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് ബ്രോ കാര്യങ്ങൾ. മനസ്സിലായിരുന്നു. അന്ന് ആ ഇന്റർവ്യൂല് ഏത് പടത്തിലായിരുന്നത് ഓർമ്മയില്ല? അത് ഓൺലൈൻ പിപ്സ് എന്നുള്ള ചാനലിൽ ഇപ്പൊ കിടപ്പുണ്ട്. അന്ന് ആ ഇന്റർവ്യൂല് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അന്ന് ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായില്ല. കാരണം അന്ന് ആ ടൈംസിലൊക്കെ ഷൈനികത്തിന്റെ പോസ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വൺ ലവ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുമായിരുന്നു. അപ്പൊ അന്ന് ചോദിച്ചിരുന്നു എന്താണ് ഈ വൺ ലവ് എന്നുള്ളത്. അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണം, അന്നത്തെ ഉത്തരം കേട്ട് എന്റെ കിളി പോയി. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, എന്താണ് ഈ വൺ ലവ്? വീണ്ടും കേട്ട കിളി പോകൂലേ ബ്രോ, എന്തിനാണ്? നമുക്കുള്ള കിളികളൊക്കെ അവിടെ ഇരിക്കട്ടെ. ബൾട്ടി ഒരു കംപ്ലീറ്റ് സ്പോർട്സ് ജോണറിൽ വരുന്ന സിനിമയാണോ? ആണെങ്കിൽ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഈ മൂവി? കംപ്ലീറ്റ് സ്പോർട്സ് ജോണറിൽ വരുന്ന സിനിമ അല്ല അല്ലേ, എനിക്ക് അങ്ങനെ പറയാമല്ലോ. കാരണം വേറെ ഒന്നുമല്ല, കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകാനും കഥയിൽ ചേഞ്ച് ഓവർ ഉണ്ടാവാനും എല്ലാം കബഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഇതൊരു സ്പോർട്സ് മൂവി, കംപ്ലീറ്റ്ലി സ്പോർട്സ് മൂവി അല്ല. സെക്കൻഡ് ഹാഫിലേക്ക് ഒരു ചെറിയൊരു ജോണർ ഷിഫ്റ്റ് ടുവേർഡ്സ് ഒരു ഗാങ്സ്റ്റർ ഡ്രാമയിലേക്ക് മാറുന്നുണ്ടെന്നുള്ളതാണ് ഈ സിനിമ. അതായത് സാധാരണ ഇതിലൊരു സ്പോർട്സ് സിനിമയിൽ അവസാനം വരുന്നത് ഒരു മാച്ച്, അതിൽ ജയം പരാജയം അങ്ങനെയുള്ള സെറ്റപ്പാണല്ലോ. പക്ഷെ ഈ പടം അങ്ങനെയല്ല. ഹലോ മാം, ഈ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമേഴ്സിൽ ഒരാളാണ് പുനിയ മാം. സ്റ്റിൽ ഞങ്ങളത് ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ വരുമ്പോ മാമിനെ ശരിക്കും കൺവിൻസ് ആക്കുന്ന ഫാക്ടർ ശരിക്കും എന്തായിരിക്കും? തീർച്ചയായിട്ടും ഏതൊരു ആക്ടറിനും ഏറ്റവും കൂടുതൽ കൺവിൻസിങ് ആവുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ, ആ കഥാപാത്രമായി മാറാനും ആ കഥാപാത്രത്തിൽ സിനിമയിൽ വളരെ പ്രാധാന്യം ഉണ്ടാവാനും ഉള്ള എന്തിനും എല്ലാ ആക്ടേഴ്സും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും അത് തന്നെയാണ് നോക്കുന്നത്. ഇതിന് മുന്നേയുള്ള ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്കൊരു വളരെ ചുരുക്കമാണ് നമുക്കൊക്കെ സ്ക്രിപ്റ്റ് നമ്മളെ തേടി എത്തുക എന്നുള്ളത്. അത് പറയുമ്പോൾ തുറന്നു പറയണമല്ലോ. അങ്ങനെ വരുന്ന സ്ക്രിപ്റ്റുകളിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, നമ്മളോട് പറയുന്ന കഥാപാത്രത്തിന് അത്രമാത്രം ആ സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പ്രധാനമായി നോക്കുന്ന കാര്യം അത് തന്നെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ മേക്കേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ അടുത്ത പ്രോസസ്സ്. കാരണം എനിക്ക് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ്, മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ മേക്കിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആവുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്നും നമ്മൾ ആ സിനിമയും ആ കഥാപാത്രങ്ങളെയും കാണുമ്പോഴാണ്. പിന്നെ ബാക്കിയെല്ലാം അവരെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിലും മേളിലാണ് അവർ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് മനസ്സിലാവും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ബൾട്ടി എൻ്റെ അടുത്ത് ഓഫർ ചെയ്ത സമയത്ത് വളരെയധികം പാഷനായിട്ടാണ് ഓരോ കഥാപാത്രത്തെക്കുറിച്ച് മുന്നിൽ പറഞ്ഞത്. അതായത് ആ കഥാപാത്രം എന്തുകൊണ്ട് അങ്ങനെ, എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് അതിനുള്ള യാത്ര, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും. ആ സിനിമയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം അതായിരുന്നു. അദ്ദേഹം ആ കഥ എഴുതി
നമുക്ക് അവതരിപ്പിക്കാൻ മാത്രമല്ല, അതിൽ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് അവർ എവിടെ നിന്ന് തുടങ്ങി, എന്തുകൊണ്ട് അവരിപ്പോൾ ഇങ്ങനെ, എങ്ങോട്ടാണ് അവർ പോകുന്നത്, ഇനി അങ്ങോട്ട് പോകും എന്ന ഒരു കണ്ടിന്യൂസ് ജേർണിയാണ് ഓരോ കഥാപാത്രത്തിലും ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു കഥയിൽ ഭാഗമാകാൻ, ഒരു പ്രധാന കഥാപാത്രം ആകാൻ നമുക്ക് ഒരു സാഹചര്യം കിട്ടുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ഞാൻ ആദ്യം ഉണ്ണിയോട് ചോദിച്ചത് ഉറപ്പാണല്ലോ അല്ലേ, കാരണം അതിനകത്ത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ പോയി നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കഥാപാത്രമായി എന്നെ മാറാനും ആ സാഹചര്യം ഒരുക്കാനും ഞാൻ മാത്രമല്ല, മൊത്തം ടീമും കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സും ആണ് നമ്മളെ അതാത് ക്യാരക്ടേഴ്സായിട്ട് നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ടീം, അങ്ങനെ ഒരു സ്റ്റോറി, അങ്ങനെ ഒരു സർക്കംസ്റ്റൻസ് ഓരോ സീൻസിലും ഒരുക്കി തരുന്നത് ഒരു വലിയ ടീം തന്നെയാണ്. സോ ആ ടീമുമായി വർക്ക് ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എൻ്റെ പ്രൈമറി. Manager. I mean, like, how were you able to do this? That's what I'm asking. I have a beautiful team, bro. So I work on the creatives and I design everything, and they help me to communicate with the producers and everybody and all. So major creative mattum enoda call eppume na pannite irpen. So brain is always working towards the compositions, lyric production, and learning new stuff every day. So I would like to thank my team for it. The songs that you've done in the previous years or something, all these things are a bit surreal. I mean, like, it's not so. It's not like so much real. It's a bit. Getting it. Yeah. Okay. So, who's the man behind that idea? That was Behind the entire vision. God only. Like I just think it's just him. சிவராகவன் சார் சாந்தனி சார் சிவ ஃபேன்னு தெரியும். அப்போ இந்த பல்டி ஃபிலிமில் அவரோட இண்டஸ்ட்ரியில் நீங்கள் நடிக்க வரீங்க. ஸோ உங்களோட இன்ஸ்பிரேஷன் இப்போ நடிக்கிறது, மலையாள சினிமாவில் நடிக்கிறதுல உங்களோட இன்ஸ்பிரேஷன் மோகன்லால் சாரா? அண்ட் ஒன் மோர் கொஸ்டின், மோகன்லால் சாரோட உங்களுக்கு பிடித்த ஒரு 5 ஃபிலிம்ஸ் சொல்லுங்களா? ஃபஸ்ட்டு நம்ம எல்லாருக்குமே கிரேட் மூமெண்ட் ஈவன் தாதா சாஹிப் பால்கேவா, இது என்டையர் சவுத் ஃபார் அஸ் ட்வீட்டட் ஆல்சோ. மோகன்லால் சார் நிறைய படம் பார்த்துருக்கேன் ஃபுல்லாக, பேர் செய்ய பட் யா இஸ் ஐ திங்க் வெரி வெரி ஜென்யூன் ஆக்டர். அவரை மாதிரி எந்த ரோலோ எப்படி அப்படி டக்கு டக்குன்னு பண்ணிகிட்டே இருக்காரு. ஹாப்பி அண்ட் ஹியர். எல்லாமே ஃபேவரட் தாங்க அவருக்கு, ஒரு ஃபேவரட் இல்லை. ശാന്തനി സാർ ഒരു മിനിറ്റ്. വിജയകരമായ സിനിമകളുമാണ്. സാറിന്റെ സിനിമയുടെ സെലക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ആ കഥ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ആ സിനിമ വിജയിക്കുമെന്നുള്ള? അതൊക്കെ ഒരു ലക്കാണ്, അല്ലാതെ ദൈവം തമ്പുരാൻ പറയും സിനിമ എടുക്കാൻ പറയും എടുക്കും. അതല്ലാതെ ഞാനൊരു വലിയ കലാകാരനൊന്നും അല്ലല്ലോ. ഇപ്പൊ ഉണ്ണി കഥ പറഞ്ഞതിന്റെ കഥ പറഞ്ഞു, 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു, ഞാൻ ഉണ്ണിയെ തള്ളിക്കളയാൻ കൊണ്ടുന്നതാണ്. പക്ഷെ ഉണ്ണിയെ കൊണ്ട് സിനിമ ജയിച്ചു. പിന്നെ ആർക്കറിയാം, സിനിമ എടുത്ത സാനു എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. എനിക്ക് അവനൊരു ഭയങ്കര വിശ്വാസമാണ്. രതീഷ് പൊതുവാൾ കേരളത്തിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എടുത്തുമായിട്ട് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനായിട്ട് പോയതാണ്. എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്കത് എടുക്കാൻ വിശ്വാസം വന്നു. പിന്നെ എന്നാൽ താൻ കേസുകളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഒരു ദൈവം തമ്പുരാന്റെ ഒരു അനുഗ്രഹമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ സിനിമ ഒരു സ്പോർട്സ് സിനിമ മാത്രമല്ല, ഇതൊരു പക്ക ആക്ഷൻ ഡ്രാമ സ്പോർട്സ് മൂവിയാണ്. മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള ഒരു എക്സ്പീരിയൻസ്? കൊടുക്കൽ വാങ്ങലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അതോ ഷെയ്നിക എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ஷெய்னிகத்தின் ഒരുപാട് സിനിമകളുണ്ട്, ഏതെങ്കിലും ഒരു സിനിമ ഇഷ്ടപ്പെട്ടതുണ്ടോ മലയാളത്തിൽ? இருக்கு, நிறைய படங்கள் இருக்கு. பட் ஃபர்ஸ்ட் ஃபிலிம் நான் ஷெய்னோட பார்த்தது வந்து ஆனஸ்டாக சொன்னேன்னா பூதகாலம். அது எனக்கு பார்த்து எனக்கு ரொம்ப ரொம்ப பிடிச்சிருச்சு. இன்டென்ஸ் பர்ஃபார்மன்ஸ், அந்த கண்டென்ட் ஒரு வீட்டுக்குள்ளே ரொம்ப ஒரு சின்ன ஒரு பவுண்ட்ரிக்குள்ளே வந்து ஒரு இன்டென்சிட்டியோட வந்து ரொம்ப நல்லா பண்ணியிருந்தார். ஸோ அந்த பெர்ஃபார்மன்ஸ் எனக்கு ரொம்ப பிடிச்சிருச்சு. அண்ட் அஃப்கோர்ஸ் ஆர்டிஎக்ஸ், அப்புறம் இஷ்க், இதெல்லாமே பார்த்துருக்கேன். எக்ஸ்பீரியன்ஸ் வித் ஷேன், இதை நான் ஆக்சுவலாக தமிழ் ப்ரெஸ் மீட்டில் கூட சொல்லியிருந்தேன். நான் என்றைக்குமே ஒரு விஷயம் நம்புவேன். அப்பா அச்சன் சொல்லுவார், இந்த மாதிரி நம்ம சந்திக்கிற ஒவ்வொருத்தரும் நம்மளுக்கு ஆசான். ஸோ நம்ம யாரை மீட் பண்ணுறோமோ அவங்கக்கிட்டேருந்து ஏதாவது ஒரு விஷயம் நம்ம கற்றுப்போம் அப்படின்னு. ஸோ ஆக்டிங்கை பொறுத்த வரைக்கும்
ஃபர்ஸ்ட் ஸ்பேஸ் நிறைய கொடுத்தாரு ஷேன். அது வந்து நான் தமிழ்லையும் ஒர்க் பண்ணுறேன், நிறைய பேரோட ஒர்க் பண்ணியிருக்கேன். எல்லாருமே அந்த ஸ்பேஸ் கொடுக்க மாட்டாங்க. அது ஷேன் வந்து எனக்கு அந்த நிறைய ஸ்பேஸ் கொடுத்துருக்காரு. ஸோ அதுக்கு நான் ஃபர்ஸ்ட் ஒரு தேங்க்ஸ் சொல்லணும். என்ன கற்றுக்கிட்டேன் அப்படின்னா வந்து ஒரு சீக்வன்ஸ் இருக்குது கதையில், ஒரு திருவிழா சீக்வன்ஸ். வேற ஒரு ஆம்பியன்ஸ்லேருந்து இந்த திருவிழா ஆம்பியன்ஸ்குள்ளே வரும்போது ஒரு மூட் ஷிஃப்ட் ஆகும். ஸோ நடித்து முடிச்சிட்டோம், மானிட்டர்லேருந்து பார்க்குறப்போ அந்த மூட் ஷிஃப்ட் வந்து ஷேன் வந்து ஃபேஸில் ஒரு ரியாக்ஷன் ஒன்று கொடுத்தாரு. ஸோ எனக்கு ஆஸ் அன் ஆக்டராக தோணுச்சு, நம்ம ஏன்டா அதை யோசிக்கல, அது எவ்வளோ அழகாக அந்த மூட் ஷிஃப்ட் வந்து அந்த சேஞ்ச் ஓவர் கொண்டு வந்தாருன்னு. ஸோ அந்த மாதிரி சின்ன சின்ன டிப்ஸ் வந்து நான் கேட்கல, பட் நான் பார்த்து கற்றுக்கிட்டேன். அண்ட் அதுக்கப்புறம் நான் ஷேன் கிட்ட சொன்னேன். பட் ஓவரால் ஐம் வெரி வெரி ஹாப்பி ஆக்டிங் வித் ஷேன் அண்ட் தி என்டையர் டீம். ஏன்னா ஷேன் சொன்ன மாதிரி வந்து தேங்க்ஸ் டு ப்ரொடியூசர்ஸ் ஒரு 40 days ப்ரீ ப்ரொடக்ஷனில் வந்து ஆக்டர்ஸ்க்கு ஸ்பேஸ் கொடுத்தாங்க. என்னை வந்து கிட்டத்தட்ட ஐ திங்க் ஃப்ரம் அக்டோபர் டு மார்ச் என்னை கிட்னாப் பண்ணிட்டாங்க கேரளா சைடுக்கு. நான் அக்டோபரில் கேரளாவுக்கு வந்தேன்னா நான் திரும்பி மார்ச் தான் நான் சென்னை வீட்டுக்கு போனேன். பட் அவ்வளோ தூரம் வந்து தே மேட் மீ ஃபீல் லைக் ஐம் அட் ஹோம். ஒரு தமிழ் இண்டஸ்ட்ரியில் எனக்கு எந்த அளவுக்கு வந்து எனக்கு கம்ஃபர்டபுளாக ஃபீல் பண்ண வைப்பாங்களோ அந்த மாதிரி வந்து நம்ம வீட்டு பையன் அப்படிங்கிற மாதிரி எனக்கு அந்த ஒரு கம்ஃபர்ட் கொடுத்தாங்க எனக்கு. ஸோ அதுக்கு ஐம் வெரி தேங்க்ஃபுல். ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ്. ഞാൻ മലയാളത്തിൽ സംസാരിക്കും, കുറച്ച് കംഫർട്ടാണ്. അടുത്തത് മലയാളത്തിലോട്ട് വന്നപ്പോൾ അയോധ്യ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ മലയാളത്തിലേക്ക് വന്നപ്പോൾ എന്താണ് ഒരു ചേഞ്ചസ്, എക്സൈറ്റ്മെന്റ് എന്തൊക്കെയാണ് തോന്നിപ്പിച്ചത് മലയാളം മൂവിയിൽ? എക്സൈറ്റ്മെന്റ്സ് എലമെന്റ്സ് എന്തൊക്കെയാണ്? She's basically asking what are those factors in the Malayalam movie that's exciting you? ബൾട്ടി മൂവിയിൽ എന്താണ് എക്സൈറ്റ്മെന്റ്സ്? ബൾട്ടി മൂവിയിൽ കഥ സ്റ്റോറി വളരെ എക്സൈറ്റിംഗ് ആണിത്. സാർ சொன்ன மாதிரி நாட் ஓன்லி இட்ஸ் நாட் அ கபடி பேஸ்ட் மூவி இல்லை, இது வந்து വളരെ ആക്ഷൻ ഡ്രാമ സ്പോർട്സ് സിനിമയിൽ. അതിൽ ഞാനൊരു പാർട്ട്ണർ എൻ്റെ ക്യാരക്ടർ ഭയങ്കര ഡിഫറെൻറ്റ് ആൻഡ് അയോധ്യയിൽ வந்து ഡിഫറെൻറ്റ് ഒരു ക്യാരക്ടർ, ഇതിൽ വളരെ ഡിഫറെൻ്റ് ആണ്. സോ അത് എനിക്ക് ഇഷ്ടമാണ് ரொம்ப അതിനോட ക്യാരക്ടറൈസേഷൻ. സാറായിട്ടുള്ള കോമ്പിനേഷൻ நிறைய ഉണ്ട്. ജാലക്കറി സോങ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആൻഡ് ഒരു ടീം மாதிரி இல்லை, ஒரு ஃபேமிலி மாதிரி ஆகிட்டோம். ஏன்னா ஒரு லென்தி ஸ்கெட்யூல் இருந்தது. ஸோ ரொம்ப ஹாப்பி, ரொம்ப கம்ஃபர்டபுள் அண்ட் சப்போர்ட்டிவான டீம். அண்ட் மலையாளம் சினிமா எனக்கு எப்பவுமே பிடிக்கும். അടുത്തൊരു പ്രൊജക്റ്റ് വന്ന് ചെയ്യുമോ? അടുത്ത പ്രോജക്റ്റ് നെക്സ്റ്റ് പ്രൊജക്റ്റ് ഒരു മലയാളം in Malayalam? Yes, obviously. I want to do many films in Malayalam. So let's hope for the best. Thank you. So ഈ കബഡി ബേസ് ചെയ്തിട്ട് തമിഴിൽ വന്ന പടമായിരുന്നു ഗില്ലി. അതൊരു തമിഴ് സിനിമയുടെ തന്നെ ഗെയിം ചേഞ്ചർ ആയിരുന്നു. അവിടുത്തെ ഒരു 50 crore ഫസ്റ്റ് 50 crore ക്ലോസ്. സോ ഈ ബൾട്ടിയുടെ ബോക്സ് ഓഫീസ് പ്രതീക്ഷകൾ എന്താണ്? ഏറ്റവും വലിയ ഷെയ്നെ വെച്ചിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പടം എന്ന് പറഞ്ഞത്. സോ എങ്ങനെയാ അതിനെ നോക്കിയാണ്? അടച്ചോന്നറിയാം, സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇറങ്ങണ ദിവസം നിങ്ങളെ പോലെ തന്നെ ഞാനും അറിയും, അല്ലെങ്കിൽ ഇറങ്ങി കുറച്ച് കഴിയുമ്പോഴല്ലേ സാർ. എന്തെങ്കിലും ഒരു റെഫറൻസുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? மியூசிக் ரெஃபரன்ஸ் இருக்கு கில்லி மாதிரி. ഗില്ലിയിലെ മ്യൂസിക് അല്ല, അതാണല്ലോ നമുക്ക് മുമ്പിലുള്ള ഒരു പക്ക. അത് ഞാൻ പറഞ്ഞു, ഇതൊരു അതാ പറഞ്ഞ കബഡി പടമല്ല, കബഡി പടം മാത്രമല്ല, ഇതിലെല്ലാം ഉണ്ട് ബ്രോ. അത്യാവശ്യം കുറച്ച് ചെറിയ ഫാമിലി പരിപാടിയൊക്കെ കയറി പോകുന്നുണ്ടാകും. എന്ന് വെച്ചാൽ അതാ പറഞ്ഞു, ഇതൊരു ഓർഗാനിക്കായി ഉണ്ടാകുന്ന പോലത്തെ ഒരു കഥ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നമ്മളൊരു ഓക്കെ 2 പാട്ടിന് വേണ്ടി അല്ലെങ്കിൽ 2 ഫൈറ്റിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ ഒരു സ്ക്രിപ്റ്റ് അല്ല. ഇതിലെല്ലാം അനുയോജ്യമായിട്ട് തന്നെയാണ് ഉണ്ടാക്കി വന്നിരിക്കുന്നത്. அண்ட் ஆடிங் டு தட், நீங்கள் கில்லி அப்படின்னு கேட்டதுனால கில்லி வந்து அந்த கபடி சீக்வன்சஸ் அது வந்து இன்னும் கமர்ஷியல் ஆஸ்பெக்டில் பண்ணாங்க. பட் பல்ட்டியை பொறுத்த வரைக்கும் இட் இஸ் மோர் க்ளோசர் டு அ வெரி ப்ரோ கபடி அப்படின்னு சொல்லலாம். பிகாஸ் அந்தளவுக்கு ஆத்தென்டிக்காக வந்து அந்த கபடி சீக்வன்சஸ் ஷூட் பண்ண விதமாக இருக்கட்டும், எல்லாரும் ட்ரெயின் பண்ண விதமாக இருக்கட்டும். கில்லி ரொம்ப கமர்ஷியல் ஆஸ்பெக்டாக இருந்துச்சுன்னா இது இன்னும் ஆத்தென்டிக்காக இருக்கும். ப்ராப்பராக அந்த மேட்டில் வந்து கபடி விளையாடுறது. கேரளா டீம் நாங்கள் ப்ராக்டிஸ் பண்ணப்போ ரமேஷ்னு ஒரு கேரளா டீம் கோச், அவரோட பாலக்காடில் நாங்கள் ப்ராக்டிஸ் பண்ணோம். ஸோ அங்கே இருக்கிற ஒரிஜினல் ப்ரோ கபடி டீம் அவங்களோட அந்த பிளேயர்ஸோட நாங்கள் ப்ராக்டிஸ் பண்ணோம். ஸோ இதில் இருக்கிற அந்த ரூல்ஸு எல்லாமே வந்து இன்னும் ஆத்தென்டிக்காக இருக்கும். ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഫസ്റ്റ് ഫിലിമാണ്, ഫസ്റ്റ് ഒരു ന്യൂ കമറാണ്, എന്താണ് കോൺഫിഡൻസ്? എൻ്റെ അടുത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി എന്താ സോറി ക്വസ്റ്റ്യൻ? ഫസ്റ്റ് പടമാണ്, ഫസ്റ്റ് ഡയറക്ടറാണ്, എന്താ കോൺഫിഡൻസ്? See, confidence is movie making process if you trust
സോ ഇതിൽ ഒത്തിരി പാഷൻ, ഒത്തിരി ഹാർഡ് വർക്ക് ഇസ് ഗോൺ ത്രൂ.